നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇപ്പം എല്ലായിടത്തും ഭയങ്കര ചൂടാണല്ലോ, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ അല്ലേ. അപ്പം ഈ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണെന്ന് പറഞ്ഞു തരുന്നത്. മറ്റൊന്നുമല്ല, ഒരു പ്രാണായാമമാണ്. ഈ പ്രാണായാമം നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്നു. ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡി കൂളാവുന്നു, അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സ് കൂളാവുന്നു, നമ്മുടെ സ്ട്രെസ് സ്ട്രെയിനൊക്കെ കുറയുന്നു. അതുപോലെ ഈ പ്രാണായാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഹൈ BP ഉള്ളവരുടെ BP കുറയാനും ഈ പ്രാണായാമം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ലോ BPക്കാർ ഈ പ്രാണായാമം ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ ഇത് ബോഡിയെ തണുപ്പിക്കുന്ന പ്രാണായാമം ആയതുകൊണ്ട് തന്നെ നമുക്ക് കോൾഡ്, എന്തെങ്കിലും പനി പോലുള്ള ശാരീരിക അസ്വസ്ഥതകളുള്ളപ്പം ഈ പ്രാണായാമം ചെയ്യാൻ പാടില്ല. അതുപോലെ തണുപ്പ് കാലത്തും ഇത് ചെയ്യണ്ട. അപ്പം പർട്ടിക്കുലർലി ഫോർ ദിസ് സമ്മർ സീസണാണ് ഈ പ്രാണായാമം പറഞ്ഞു തരുന്നത്. മറ്റൊന്നുമല്ല, ഈ പ്രാണായാമത്തിൻ്റെ പേര് ശീൽക്കാരി പ്രാണായാമം എന്നാണ്, അല്ലെങ്കിൽ ഹിസിക് ബ്രീത്തിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ശീതകാരി പ്രാണായാമം എന്ന് പറയാം. അതായത് ശീതം എന്ന് പറയുന്ന തണുപ്പാണല്ലോ, നമ്മുടെ ബോഡിയെ കൂളാക്കുന്ന പ്രാണായാമം. അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നത് പറയാം. അതിനു മുമ്പ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ കട്ടിലേലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തറയിൽ മാറ്റി വിരിച്ച് ഇരിക്കാം. അതുപോലെ യോഗാസന, രാവിലെ യോഗ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തറയിൽ മാറ്റി ഇരുന്നിട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഓഫീസിലാണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ചൂട്, അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ അവിടെ ചെയറിൽ ഇരുന്നിട്ടും ചെയ്യാം, യാത്ര പോകുമ്പോൾ ചെയ്യാം. അതുപോലെ രാത്രി ഉറങ്ങുന്ന സമയത്തും ചൂട് കണ്ടമാനം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടന്നുകൊണ്ട് തന്നെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ ഒരു ധ്യാനാസനത്തിലിരിക്കുക. ഇരുന്നിട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ധ്യാനാസനത്തിലിരിക്കുക. കൈകൾ ചിന്മുദ്ര, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. നിങ്ങൾ ഈ യോഗ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഇത് അറിയാം. ചിന്മുദ്രയിൽ കൈകൾ പിടിക്കുന്നു. എങ്ങനെയാണെങ്കിലും നിങ്ങൾ നട്ടെല്ലാം നിവർന്ന് ഇരിക്കുക. അതായത് തല ബാക്ക് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്ന പോലെ നിവർന്നിരിക്കുക. നമ്മുടെ ഫ്രീ ഫ്ലോ ഓഫ് പ്രാണായ്ക്ക് നമ്മൾ നിവർന്നിരിക്കേണ്ടത്, നമ്മുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുക. കണ്ണുകൾ അടയ്ക്കണം. കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, പല്ലുകൾ ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അപ്പം നമ്മുടെ നാക്ക് ഈ അടിയിലത്തെ പല്ലിൻ്റെ അകവശത്തോട്ട് നാക്ക് ടച്ച് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. ഇങ്ങനെ വെക്കുക. എന്നിട്ട് വായിൽ കൂടെ ഈ പല്ലിൻ്റെ ഗ്യാപ്പ്, ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ, ഇങ്ങനെ പല്ല് ചേർത്ത് പിടിക്കുമ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരും. ആ ഗ്യാപ്പിൽ കൂടെ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, ബ്രീത്ത് ഇൻ ചെയ്യുന്നു. എന്നിട്ട് വാ ക്ലോസ് ചെയ്യുന്നു, മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ണടച്ച് നേരെ നിവർന്നിരുന്ന് ചിന്മുദ്ര പിടിച്ചിരുന്ന് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കിടന്നിട്ടോ ഒക്കെ ചെയ്യുക. എങ്ങനെയാണെങ്കിലും നമ്മൾ വായിൽ കൂടെ ബ്രീത്ത് ഇൻ ചെയ്യുമ്പം നമുക്കൊരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഓക്കെ, ഞാനൊരു 3 തവണ ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ണുകൾ അടച്ചു. ഇങ്ങനെ ചെയ്യുക. പല്ലുകൾ തമ്മിൽ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ വായിൽ കൂടെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഹിസിങ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഹിസിങ് ബ്രീത്തിങ് കൂടെ പറയുന്നത്. ശീതകാരി പ്രാണായാമം, ശീൽക്കാരി പ്രാണായാമം എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ ഭയങ്കര ചൂടല്ലേ ഈ സമയത്ത്, അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അത് ഞാനിപ്പോൾ 3 തവണ ചെയ്ത് കാണിച്ചുള്ളൂ. നിങ്ങളതല്ല, നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ഏത് സമയത്തും എത്രമാത്രം ചെയ്യാൻ പറ്റുമോ അത്രയും കണ്ണടച്ചത് ശാന്തമായിട്ടിരുന്ന് ചെയ്യുക.
അപ്പം നമ്മുടെ ശരീരം ഒരു സുഖം ഉണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ മൈൻഡിനും റിലീഫ് കിട്ടും അല്ലേ. ഈ ചൂടത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പറയുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ബോഡി ഇറിറ്റേഷനാണ്, ചൂട് അസഹിക്കാൻ എപ്പോഴും നമ്മൾ ഒരു മാനസികാവസ്ഥ ശരിയല്ലാത്ത രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.